എല്ലാവർക്കും സുനുസ് ബയോസ് വീഡിയോയിലേക്ക് സ്വാഗതം. Structure of DNA is explaining in this video. DNA is the short form of deoxyribonucleic acid. DNA is the genetic material in most of the organisms. It can be seen inside the nucleus of the cell. DNA is a long polymer of deoxyribonucleotides. ഒരു DNA ഉണ്ടാക്കിയിരിക്കുന്നത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടാണ്. ഈ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളിലും ഓരോന്നും ഉണ്ടാകുന്നത് കണ്ടൻസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് വഴിയാണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. ധാരാളം ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്ന് ഒരു ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാകുന്നു. അങ്ങനെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൂടിച്ചേർന്നാണ് ഒരു DNA തന്മാത്ര ഉണ്ടായിരിക്കുന്നത്. DNAയുടെ നീളം എത്ര എണ്ണം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലെങ്ത് ഓഫ് DNA is equal to number of base pairs BP. DNAയുടെ 2 കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുകളിൽ കാണപ്പെടുന്ന ഒരു ജോഡി ന്യൂക്ലിയോടൈഡുകളെയാണ് ബേസ് പെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ജീവിയിലും ബേസ് പെയറുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. മനുഷ്യരിൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ബേസ് പെയർസ് ഈസ് ഈക്വൽ ടു 3.3 into 10⁻⁹ ബേസ് പെയർസ്. ഒരു ന്യൂക്ലിയോടൈഡിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് നൈട്രോജീനസ് ബേസ്, സെക്കൻഡ് വൺ പെൻറ്റോസ് ഷുഗർ ആൻഡ് തേർഡ് വൺ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നൈട്രോജീനസ് ബേസസ് ആർ ഓഫ് 2 types, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസ് തന്നെ 2 എണ്ണമുണ്ട്, അഡിനിൻ ആൻഡ് ഗ്വാനിൻ. പിരിമിഡിൻസ് 2 തരമുണ്ട്, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNAയിലാണെങ്കിൽ തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന പിരിമിഡിനാണുള്ളത്. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് നോക്കാം. പെൻറ്റോസ് ഷുഗറാണ്. 5 കാർബൺ കണ്ടെയ്നിങ് ഷുഗറാണത്. ഇറ്റ് ഈസ് എ മോണോസാക്രൈഡ്. ദ പെൻറ്റോസ് ഷുഗർ പ്രസൻറ്റ് ഇൻ DNA ഈസ് ഡീഓക്സിറൈബോസ് ഷുഗർ. തേർഡ് കമ്പോണൻറ്റ് ഓഫ് DNA ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫൗണ്ട് ഇൻ DNA ഈസ് ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ദിസ് ഗിവ്സ് അസിഡിറ്റി ടു ദ ന്യൂക്ലിക് ആസിഡ്. അതുകൊണ്ടാണ് ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്ന പേര് വന്നത്. ഇനി ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകുന്ന സ്റ്റെപ്സ് നോക്കാം. ആദ്യം നൈട്രോജീനസ് ബേസ് ഈസ് ലിങ്ക്ഡ് ടു പെൻറ്റോസ് ഷുഗർ ത്രൂ എ N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം ന്യൂക്ലിയോസൈഡ്. സോ ജനറൽ വേർഡ് ഇക്വേഷൻ ഗോസ് ലൈക്ക് ദിസ്: നൈട്രോജീനസ് ബേസ് പ്ലസ് പെൻറ്റോസ് ഷുഗർ gives ന്യൂക്ലിയോസൈഡ്. 4 നൈട്രോജീനസ് ബേസുകൾ വെച്ച് ഉണ്ടാകുന്ന ന്യൂക്ലിയോസൈഡുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഡിനിൻ പ്ലസ് ഡീഓക്സിറൈബോസ് ഷുഗർ ഗിവ്സ് ഡീഓക്സി അഡിനോസിൻ. സെക്കൻഡ് വൺ ഗ്വാനിൻ പ്ലസ് ഡീഓക്സിറൈബോസ് ഷുഗർ ഗിവ്സ് ഡീഓക്സി ഗ്വാനോസിൻ. തേർഡ് വൺ തൈമിൻ പ്ലസ് ഡീഓക്സിറൈബോസ് ഷുഗർ ഗിവ്സ് ഡീഓക്സി തൈമിഡിൻ. Fourth one, cytosine plus deoxyribose sugar gives deoxycytidine. ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെയാണ് ബോണ്ടഡ് ആകുന്നതെന്ന് നോക്കാം. ന്യൂക്ലിയോസൈഡിലുള്ള ഡീഓക്സിറൈബോസ് ഷുഗറിലെ 5th കാർബണിനോടാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അത് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ general word equation for nucleotide formation is nucleoside plus phosphate gives nucleotide. 4 ന്യൂക്ലിയോസൈഡുകളിൽ നിന്നുണ്ടാകുന്ന ന്യൂക്ലിയോടൈഡുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഡീഓക്സി അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗിവ്സ് ഡീഓക്സി അഡിനിലിക് ആസിഡ്. സെക്കൻഡ് വൺ ഡീഓക്സി ഗ്വാനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗിവ്സ് deoxyguanilic acid. Third one deoxythymidine
plus phosphate gives deoxythymidilic acid. Fourth one, deoxycytidine plus phosphate gives deoxycytidilic acid. Two nucleotides are linked through phosphodiester linkage to form dinucleotide. ഇങ്ങനെ പല ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നാണ് പോളിന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുന്നത്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ അറ്റത്തുള്ള ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ മൂന്നാമത്തെ കാർബൺ ഫ്രീ ആയിരിക്കും. അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ 3' എൻഡ് എന്ന് പറയുന്നു. അതേ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ മറ്റേ അറ്റം ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ 5th കാർബൺ ആറ്റം ഫ്രീ ആയിരിക്കും. അവിടെ ഫ്രീ ഫോസ്ഫേറ്റ് മോയിറ്റി അല്ലെങ്കിൽ മോളിക്യൂൾ, ഫ്രീ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ 5' എൻഡ് എന്ന് പേരിട്ടിരിക്കുന്നു. ഒരു DNA സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ 5' 3' എന്ന് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNAയിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ആൻറ്റി പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ ഡയറക്ഷൻ 3' 5' ആയിരിക്കും. The backbone of polynucleotide is formed by the sugar and phosphate. DNAയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ ഷുഗറും ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. The nitrogen bases project from the backbone. ഈ DNA ഡബിൾ ഹെലിക്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1869 ഫ്രെഡറിക് മീഷർ എന്ന ശാസ്ത്രജ്ഞൻ ന്യൂക്ലിയസിനകത്ത് ഒരു അസിഡിക് സബ്സ്റ്റൻസ് കണ്ടെത്തി. ഇതിനെ ന്യൂക്ലീൻ എന്ന് പേരിട്ടു. എന്നാൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഇൻ 1953. വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ പ്രൊപ്പോസ് ചെയ്തത് based on X-ray diffraction data given by two scientists, Maurice Wilkins and Rosalind Franklin. അതോടൊപ്പം ചെർഗാവ്സ് റൂൾസ് ഓഫ് ബേസ് പെയറിങ്ങും വാട്സൺ ആൻഡ് ക്രിക്ക് അടിസ്ഥാനമാക്കി. DNA സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസിൽ ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള പ്രത്യേകതയുള്ള പ്രോപ്പർട്ടിയാണ്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ മറ്റേ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിനെ വെച്ച് നോക്കുമ്പോൾ കോംപ്ലിമെൻ്ററി ആണെന്ന് പറയാം. അതായത് ഒരു സ്ട്രാൻഡിലെ നൈട്രജൻ ബേസുകളെ അറിയാമെങ്കിൽ മറ്റേ സ്ട്രാൻഡിലെ നൈട്രജൻ ബേസുകളുടെ സീക്വൻസ് പ്രവചിക്കാൻ കഴിയും, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ 1, 2, 3 എന്നീ സ്ഥലങ്ങളിൽ വരുന്ന നൈട്രജൻ ബേസുകൾ ഏതാണെന്ന് പൂരിപ്പിച്ച് നോക്കൂ. നൈട്രജൻ ബേസസ് പെയറിംഗ് ചെയ്യുന്നത് ചെർഗാവ്സ് റൂൾസ് പ്രകാരമാണ്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എർവിൻ ചെർഗാഫ് ഇൻ 1950. ഫസ്റ്റ് റൂൾ ഈസ് the amount of adenine is always equal to the amount of thymine and the amount of guanine is always equal to amount of cytosine. രണ്ടാമത്തേത് adenine is joined to thymine with 2 hydrogen bonds and guanine is joined to cytosine by 3 hydrogen bonds. അഡിനിൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വഴി കൂടിച്ചേരുന്നു. എന്നാൽ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കൂടിച്ചേരുന്നത്. മൂന്നാമത്തേത് the ratio of adenine to thymine and that of guanine to cytosine is always equal to 1. A/T equal to 1, G/C equal to 1. ഇനി നമുക്ക് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNAയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. DNA 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൂടിയാണ്. അതിൽ നൈട്രജൻ ബേസ് ഉള്ളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, DNA-യിലെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളും ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ് കാണിക്കുന്നത്. ഒരു ചെയിൻ 5' 3' ഡയറക്ഷനിലെ പൊളാരിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ 3' 5' ഡയറക്ഷനിലാണ് മറ്റേ സ്ട്രാൻഡ് പൊളാരിറ്റി കാണിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ തമ്മിലുള്ള അകലം
തുല്യമായിരിക്കും. ഇതിനു കാരണം നൈട്രജൻ ബേസസ് ആർ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോൺസ് ഫോമിംഗ് ബേസ് പെയർസ്. അഡിനിൻ always pair with thymine in the opposite strand with the 2 hydrogen bonds, and guanine is paired with cytosine with 3 hydrogen bonds. അങ്ങനെ ഒരു സ്ട്രാൻഡിലെ പ്യൂരിൻ എപ്പോഴും ഓപ്പോസിറ്റ് സ്ട്രാൻഡിലെ പിരിമിഡിനുമായി ജോയിൻ ചെയ്തിരിക്കും. നാലാമത്തെ പ്രത്യേകത, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളും റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ അല്ലെങ്കിൽ വലത്തോട്ട് ചുറ്റി കിടക്കുന്നു. ദ പിച്ച് ഓഫ് ദ ഹെലിക്സ് അല്ലെങ്കിൽ 2 ചുറ്റുകൾ തമ്മിലുള്ള ദൂരം 3.4 നാനോമീറ്റർ ആണ്. അതായത് ഓരോ ടേണിലും ഓരോ ചുറ്റിലും 10 ബേസ് പെയറുകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ ഈസ് ഈക്വൽ ടു 0.34 നാനോമീറ്റർ. ദാറ്റ് ഈസ് 3.4 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 10. 10 ബേസ് പെയർ. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻⁹ മീറ്റർ ആണ്. ഫിഫ്ത്ത് salient feature of DNA helix is the plane of one base pair stacks over the other in a double helix. This provides stability of the helical structure. ഓരോ ബേസ് പെയറുകളും ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഓരോ ജോഡി ബേസ് പെയറുകളും ഒന്നിനുമീതെ ഒന്നായി അടുക്കി വച്ചിരിക്കുന്നു. ഇത് ഡബിൾ ഹെലിക്സിന് സ്റ്റെബിലിറ്റിയും സ്ട്രെങ്ത്തും കൊടുക്കുന്നു. DNA-യുടെ ചുറ്റുഗോവണി മാതൃകയുടെ പ്രധാന സവിശേഷതകൾ ഒന്നുകൂടി പറയാം. ആദ്യത്തേത്, പഞ്ചസാര ഫോസ്ഫേറ്റ് ബന്ധനം നട്ടെല്ലായി വർത്തിക്കുന്ന 2 പോളിന്യൂക്ലിയോടൈഡ് ചങ്ങലകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് DNA. ബേസ് ജോഡികൾ ചുറ്റുഗോവണിയുടെ പടികളായി കാണപ്പെടുന്നു. രണ്ടാമത്തേത്, 2 ചങ്ങലകളും എതിർദിശയിൽ പരസ്പര സമാന്തര ശ്രേണികളായി കാണപ്പെടുന്നു. ഒരു ചങ്ങലയുടെ ധ്രുവത അല്ലെങ്കിൽ പൊളാരിറ്റി 5-3-ഉം മറ്റേ ചങ്ങലയുടെ ധ്രുവത അല്ലെങ്കിൽ പൊളാരിറ്റി 3-5-ഉമാണ്. മൂന്നാമത്തേത്, 2 ചങ്ങലകളിലെ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബന്ധനത്തിലൂടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബന്ധനത്തിലൂടെ ബേസ് ജോഡികൾ ഉണ്ടാകുന്നു. ഇരു ചങ്ങലകൾക്കും ഇടയിൽ അഡിനിൻ തൈമിനുമായി 2 ഹൈഡ്രജൻ ബന്ധനവും ഗ്വാനിൻ സൈറ്റോസിനുമായി 3 ഹൈഡ്രജൻ ബന്ധനവും ഉണ്ടാക്കുന്നു. ഇതുമൂലം ഒരു പ്യൂരിൻ എതിരായി എപ്പോഴും ഒരു പിരിമിഡിൻ വന്നിരിക്കും. ഇത്തരം ബന്ധനം മൂലം ചുറ്റുഗോവണിയുടെ 2 ചങ്ങലകൾ തമ്മിൽ സമാനമായ ദൂരം നിലനിർത്തുന്നു. 2 ചങ്ങലകൾ വലതുഭാഗത്തേക്ക് ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന 2 ചുറ്റുകൾ തമ്മിലുള്ള ദൂരം 3.4 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്നത് 10⁻⁻⁹ മീറ്റർ ആകുന്നു. ചുരുക്കത്തിൽ ഏകദേശം 10 ബേസ് ജോഡികൾ ഓരോ ചുറ്റിലും കാണപ്പെടുന്നുണ്ട്. അതിനാൽ 2 ബേസ് ജോഡികൾ തമ്മിലുള്ള അകലം 3.4 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 0.34 നാനോമീറ്റർ ആയിരിക്കും. അഞ്ചാമത്തേത്, ബേസ് ജോഡികൾ ഒന്നിനുമീതെ ഒന്നായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ ബന്ധനങ്ങളിൽ ഉണ്ടാകുന്ന ചുറ്റുഗോവണി ഘടനയ്ക്ക് കൂടുതൽ സ്ഥിരത ലഭിക്കും. ഇത്രയുമാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA-യുടെ പ്രത്യേകതകൾ.